വേദജ്യോതിഷമനുസരിച്ച് വൃശ്ചികം രാശിയിൽ വരുന്ന 17ാമത്തെ നക്ഷത്രമാണ് അനിഴം. ശനിദേവനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ബന്ധങ്ങൾ, പ്രതിബദ്ധത, ലക്ഷ്യബോധം, കഠിനാധ്വാനം എന്നിവയാണ് അനിഴം നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതകൾ. ഇവർ സാധാരണമായി സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരും മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നവരുമായിരിക്കും. നിശ്ചയദാർഢ്യം, ക്ഷമ, സ്ഥിരത എന്നിവ ഇവരുടെ കൂടപ്പിറപ്പാണ്. സാഹോദര്യം, സ്നേഹം, സഹാനുഭൂതി എന്നിവയ്ക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു. 2025 നവംബർ മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല പ്രധാന മാറ്റങ്ങൾക്കും വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. ഓരോ മേഖലയും വിശദമായി പരിശോധിക്കാം. നവംബറിൽ അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ പുരോഗതിയും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും നൽകുന്ന ഒരു മാസമായിരിക്കും. ശനിദേവന്റെ സ്വാധീനം കാരണം കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരതയിലൂടെയും മാത്രമേ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ. അപ്രതീക്ഷിത ലാഭങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കരുത്. തൊഴിൽ രഹിതരായവർക്ക് പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെക്നിക്കൽ, മാനുഫാക്ചറിംഗ്, സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. നിലവിലുള്ള ജോലിയിൽ സ്ഥിരതയും കഠിനാധ്വാനവും പ്രകടിപ്പിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതിന് കാര്യമായ പരിശ്രമം ആവശ്യമായി വരും. തൊഴിലിടത്തിൽ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാനും അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള നല്ലൊരു വേദിയായിരിക്കും. എന്നാൽ അമിത ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാതെ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. ആശയവിനിമയത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ടീം വർക്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പങ്കാളിത്തങ്ങൾക്കോ നിക്ഷേപങ്ങൾക്കോ സാധ്യതയുണ്ട്. എന്നാൽ ഏതൊരു പുതിയ സംരംഭത്തിലും ഇറങ്ങുന്നതിന് മുൻപ് വളരെ ശ്രദ്ധയോടെ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത ഉറപ്പുവരുത്തുക. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അവിടെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ യാത്രകൾക്കോ പുതിയ അവസരങ്ങൾക്കോ സാധ്യതയുണ്ട്. വരുമാനത്തിൽ കാര്യമായ വർധനവ് ഈ മാസം പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. വീട്ടുചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കായി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപ മേഖലകളിൽ ശ്രദ്ധാപൂർവം ഇടപെടുക. വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ്. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഇതിന് സഹായകമാകും. പുതിയ കടം വാങ്ങുന്നത് ഒഴിവാക്കുക. ഭാവിയിലേക്കുള്ള സമ്പാദ്യ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് എന്നിവയിൽ നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. ഓരോ തീരുമാനങ്ങളും വളരെ ശ്രദ്ധയോടെ എടുക്കുക. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും 2025 നവംബർ അനിഴം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും. സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടാനും ചില ചെറിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും ഈ മാസം സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. പരസ്പര വിശ്വാസവും അടുപ്പവും വർദ്ധിക്കും. ഒരുമിച്ച് സമയം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനും സാധ്യതയുണ്ട്. ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പങ്കാളിയോട് തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. ചിലപ്പോൾ ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്ഷമയോടെയും സ്നേഹത്തോടെയും അവയെ നേരിടാൻ ശ്രമിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ ദമ്പതികൾക്ക് ഒരുമിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനോ വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സാധിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. വൈദ്യസഹായം തേടുന്നവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. ആഘോഷങ്ങളും ഒത്തുചേരലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. അവർക്ക് ആവശ്യമായ പിന്തുണയും പരിചരണവും നൽകുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. സഹോദരങ്ങളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവ താൽക്കാലികമായിരിക്കും. ക്ഷമയോടെയും വിട്ടുവീഴ്ചയോടെയും ഇടപെടുന്നത് ബന്ധങ്ങൾ വഷളാകാതെ സൂക്ഷിക്കാൻ സഹായിക്കും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. അവരുടെ പഠനകാര്യങ്ങളിലും ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക. അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നത് നല്ലതാണ്. കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ഇത് സന്തോഷം നൽകും. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ പുതുക്കി പണിയുന്നതിനോ ഈ മാസം ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാനും സാധ്യതയുണ്ട്.
കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ച മനോഭാവം വളർത്തുക. ചെറിയ കാര്യങ്ങളെ ചൊല്ലി വഴക്കുകൾ ഒഴിവാക്കുക. സ്നേഹബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുക. നവംബറിൽ അനിഴം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും. ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തിനും ആന്തരിക വളർച്ചയ്ക്കും ഉത്തേജനം നൽകും. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം കണ്ടെത്തുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ദിവസവും കുറഞ്ഞത് 15-20 മിനിറ്റെങ്കിലും ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതയെ ഭജിക്കുന്നത് ആത്മീയ ഉണർവിന് കാരണമാകും. ശനിദേവന്റെ സ്വാധീനം കാരണം ശനീശ്വരനെ ഭജിക്കുന്നത് ഗുണകരമായിരിക്കും. ശനീശ്വര ക്ഷേത്ര ദർശനങ്ങളും ശനിസ്തോത്ര ജപവും ഉത്തമമാണ്. സ്വയം വിലയിരുത്താനും നിങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കാനും ഈ മാസം നല്ലതാണ്. ഇത് വ്യക്തിഗത വളർച്ചയ്ക്ക് സഹായിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവ എങ്ങനെ നേടാമെന്നും ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല അനുഭവങ്ങളെ വിലയിരുത്തി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മാനസിക ഉല്ലാസത്തിനും ആത്മീയ സംതൃപ്തിക്കും നല്ലതാണ്. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയ സംതൃപ്തി നൽകും. പാവപ്പെട്ടവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനും ഈ മാസം അവസരം ലഭിക്കും. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കും. ആത്മീയ ഗുരുക്കന്മാരുമായോ സന്യാസിമാരുമായോ സംവദിക്കാൻ അവസരം ലഭിച്ചേക്കാം. അവരുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിശാബോധം നൽകും. ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. പ്രകൃതിയുമായി ഇഴുകിച്ചേരാൻ സമയം കണ്ടെത്തുക. ഇത് മനസ്സിന് സമാധാനം നൽകും. സൂര്യോദയവും അസ്തമയവും കാണുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും ആത്മീയ ഉണർവിന് കാരണമാകും. ആത്മീയ കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി യുക്തിസഹമായി ചിന്തിക്കുക. ആന്തരിക സമാധാനത്തിന് ഊന്നൽ നൽകുക. മറ്റുള്ളവരോട് ദയയും സ്നേഹവും പ്രകടിപ്പിക്കുക. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്. നവംബറിൽ ശനിയുടെ സ്ഥാനം നിങ്ങളുടെ കഠിനാധ്വാനത്തെയും അച്ചടക്കത്തെയും സ്വാധീനിക്കും. കാലതാമസം വരുത്തുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ക്ഷമയോടെയും സ്ഥിരതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും. വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങളുടെ ഭാഗ്യത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും സ്വാധീനിക്കും. ധനപരമായ കാര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യാഴം നിങ്ങളെ സഹായിക്കും. കുടുംബത്തിലും ദാമ്പത്യത്തിലും വ്യാഴത്തിന്റെ നല്ല സ്വാധീനം ഉണ്ടാകും. ചൊവ്വ നിങ്ങളുടെ ഊർജ്ജത്തെയും ധൈര്യത്തെയും സ്വാധീനിക്കും. ചിലപ്പോൾ അമിതമായ തിടുക്കം അല്ലെങ്കിൽ ദേഷ്യം എന്നിവയ്ക്ക് കാരണമായേക്കാം. ശ്രദ്ധയോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ മേഖലയിൽ ചൊവ്വയുടെ സ്വാധീനം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. ആശയവിനിമയത്തെയും ബുദ്ധിശക്തിയെയും ബുധൻ സ്വാധീനിക്കുന്നു. തൊഴിലിടത്തിലും കുടുംബത്തിലും വ്യക്തമായ ആശയവിനിമയം നടത്താൻ ബുധൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇത് നല്ല സമയമാണ്. ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത്. സമീകൃത ആഹാരം കഴിക്കുക. വ്യായാമം ചെയ്യുക. ആവശ്യത്തിന് വിശ്രമിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും സ്ഥിരതയും പാലിക്കുക. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക. ചെറിയ ഈഗോ പ്രശ്നങ്ങൾ പോലും ഒഴിവാക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുക. നവംബർ മാസം അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു ഘട്ടമായിരിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന ഗ്രഹസ്വാധീനങ്ങൾ വളർച്ചയ്ക്കും പുരോഗതിക്കുമൊപ്പം ചില ശ്രദ്ധാപൂർവമായ സമീപനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ശനിദേവന്റെ നക്ഷത്രമായതിനാൽ കഠിനാധ്വാനം, സ്ഥിരത, അച്ചടക്കം എന്നിവ ഈ മാസത്തെ നിങ്ങളുടെ വിജയത്തിന്റെ താക്കോലായിരിക്കും. മൊത്തത്തിൽ 2025 നവംബർ അനിഴം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും അവസരങ്ങളെ വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുക. ക്ഷമയും സ്ഥിരതയും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ദിശാബോധം നൽകാനും അഭിവൃദ്ധി നേടാനും സാധിക്കും. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് മനോഭാവം നിലനിർത്തിയും ഈശ്വരാനുഗ്രഹത്തിനായി പ്രവർത്തിച്ചുകൊണ്ടും ഈ മാസത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക.